നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വലിയ പ്രതിസന്ധിയിൽ ചെന്ന് ചാടിയിരിക്കുകയാണ്. പാർട്ടിക്ക് ഇപ്പോൾ നാരങ്ങ വെള്ളം കുടിക്കാനോ പശ വാങ്ങിക്കാനോ പോലും പൈസയില്ല. ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോഴാണ് ഈ ദുരവസ്ഥ എന്നതുകൂടി ഓർക്കണം. നേതാക്കൾ സാധാരണ വിമാനങ്ങളിലൊക്കെയാണ് പ്രചരണത്തിനായി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുക. എന്നാൽ വിമാനത്തിൽ പോകാൻ പോയിട്ട് തീവണ്ടിയിൽ പോകാൻ പോലും പൈസയില്ല എന്നാണ് AICC നേതാവ് അജയ് മാക്കാൻ പറയുന്നത്. ഈ പ്രതിസന്ധിയിൽ ഇന്ത്യ ആകെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് എങ്ങനെ നേരിടും എന്ന് ആലോചിക്കുകയാണ്. എന്നാൽ എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ അക്കൗണ്ടുകൾ കൃത്യമായി ഓഡിറ്റ് ചെയ്യുകയോ ധരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഇൻകം ടാക്സ് വകുപ്പിൻ്റെ ആരോപണം. അതിൽ പല കാര്യങ്ങളും മറച്ചു വെച്ചു എന്നത് കണ്ടുകൊണ്ടാണ് കോൺഗ്രസ്സിന് പിഴയും പലിശയുമൊക്കെ അടക്കം 1823 കോടി രൂപ അടയ്ക്കാനായി ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. നിലവിൽ കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ പലതും മരവിപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ്. അതിന് പുറമെയാണ് 1823 കോടി രൂപ കൂടി അടയ്ക്കാനായി ഉള്ള ആവശ്യം. കോൺഗ്രസ് മാത്രമല്ല ഇത്തരം പ്രതിസന്ധിയിൽ ഉള്ളത്. ആദായ നികുതി വകുപ്പ് CPIക്കും ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. അവരടയ്ക്കേണ്ടത് 11 കോടി രൂപയാണ്. തൃണമൂൽ കോൺഗ്രസിനും സമാനമായ ഒരു നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ വക്താവ് സാകേത് ഘോഷ് ഈ കാര്യം സ്ഥിരീകരിക്കുന്നു. കേരളത്തിലെയും CPMനും അതുപോലുള്ള പാർട്ടികൾക്കുമൊന്നും ഇതുവരെ നോട്ടീസ് ലഭിച്ചിട്ടില്ല. അവർ കൃത്യമായി കണക്കടയ്ക്കുന്നു എന്നതാണ്, അല്ലെങ്കിൽ കണക്ക് കാണിക്കുന്നു എന്നതാണ് അതിൽ നിന്ന് അനുമാനിക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തുമാകാം എന്നൊരു നിലപാട് നേരത്തെ ഉണ്ടായിരുന്നു എന്ന സൂചനയാണ് ഇതിൽ നിന്ന് നൽകുന്നത്. കാരണം കണക്ക് കാണിച്ചില്ലെങ്കിലും കൃത്യമായി കണക്ക് പറഞ്ഞില്ലെങ്കിലും ആരും തങ്ങളെ ഒന്നും ചെയ്യില്ല എന്നാണ് രാഷ്ട്രീയ കക്ഷികൾ പല ഘട്ടങ്ങളിൽ വിചാരിച്ചിരുന്നത്. അതിൻ്റെ പരിണിത ഫലമാണ് കോൺഗ്രസ് ഇപ്പോൾ അനുഭവിക്കുന്നത്. നേരത്തെ കണക്ക് അത്ര കർശനമായി IT വകുപ്പ് നോക്കിയിരുന്നില്ല. ഇപ്പോൾ പലയിടങ്ങളിലും റെയ്ഡുകളൊക്കെ നടന്ന സാഹചര്യത്തിൽ 2017 മുതൽ 2021 വരെയുള്ള കാലയളവിലെ കണക്കാണ് ഇപ്പോൾ IT വകുപ്പ് പരിശോധിച്ചിരിക്കുന്നത്. ഇത് പുനരാവിഷ്കരിക്കണം, അല്ലെങ്കിൽ പുനഃപരിശോധിക്കണം, അല്ലെങ്കിൽ പുനർനിർണയിക്കണം എന്ന ആവശ്യം കോൺഗ്രസ് ഉന്നയിച്ചു. അവർ ഈ ആവശ്യവുമായി കോടതിയെ സമീപിച്ചു. ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസുമാരായ യശ്വന്ത് വർമ്മയും അതുപോലെ പുരുഷേന്ദ്ര കുമാർ കൗരവും പക്ഷേ ആ അവകാശം അംഗീകരിച്ചില്ല. ഇൻകം ടാക്സ് നടപടികളുമായി സഹകരിച്ച് പോകാനാണ് കോൺഗ്രസ്സിന് കിട്ടിയ നിർദ്ദേശം. അപ്പോഴാണ് കോൺഗ്രസ് ഒരു മറു ആരോപണം ഉന്നയിക്കുന്നത്. BJPയും സമാനമായ രീതിയിൽ പലപ്പോഴും നികുതി കൃത്യമായി കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ വരുമാനം കൃത്യമായി കാണിച്ചിട്ടില്ല എന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നു. BJPക്ക് അങ്ങനെ നോക്കിയാൽ 4500 കോടിയോളം രൂപ അടയ്ക്കേണ്ടി വരും എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. എന്നാൽ തങ്ങൾ കൃത്യമായി കണക്ക് കാണിക്കുന്നവരാണ് എന്നാണ് BJPക്കാരുടെ നിലപാട്. സത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നികുതി ഇളവുകൾ ഉണ്ട്. നമ്മുടെ ഇൻകം ടാക്സ് നിയമത്തിലെ 13A പ്രകാരം അവർക്ക് കൃത്യമായ നികുതി ഇളവുണ്ട്. പക്ഷേ അതിന് ചില നിബന്ധനകളുണ്ട്. പാർട്ടികൾക്ക് ലഭിക്കുന്ന വരുമാനത്തെ സംബന്ധിച്ചും ഡൊണേഷനുകളെ സംബന്ധിച്ചും വോളണ്ടറി കോൺട്രിബ്യൂഷൻ എന്നൊക്കെ ഉള്ള ഗണത്തിൽ വരുന്ന പണത്തെക്കുറിച്ചുമൊക്കെ കൃത്യമായി ഇൻകം ടാക്സ് വിഭാഗത്തെ അറിയിക്കണം. അതിന് പ്രത്യേകമായ ഒരു ഫോമുണ്ട്, ITR 7 ഫിൽ ചെയ്ത് നൽകണം. അങ്ങനെയുള്ള ഒട്ടനവധി നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനോ അതുപോലെ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന പാർട്ടികൾക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ പലരും ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ ഉദ്യോഗസ്ഥർ അങ്ങനെ നടപടിയെടുക്കില്ല എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. കാരണം തിരിച്ച് അധികാരത്തിൽ ഇവരൊക്കെ വരും എന്നുള്ളത് കൊണ്ട് തന്നെ, അങ്ങനെ പല ഉദ്യോഗസ്ഥരും ഭയക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്കെതിരെ കർശനമായ നടപടികളാരും സ്വീകരിക്കില്ല എന്നാണ് പൊതുവിശ്വാസം. പക്ഷേ ആ സാഹചര്യത്തിന് മാറ്റം വരികയാണ്. BJP ഈ അവസരം കൃത്യമായി വിനിയോഗിച്ചു എന്നതാണ്
നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഇൻകം ടാക്സ് വകുപ്പ് ഈ അവസരം കൃത്യമായി വിനിയോഗിച്ചു എന്ന് വേണമെങ്കിലും പറയാം. കാരണം ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ ഈ വിഷയങ്ങൾ വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചയാകും. ഇനി അങ്ങോട്ട് കൃത്യമായി കണക്ക് കാണിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ അവർ തയ്യാറാകേണ്ട ഒരു സാഹചര്യം കൂടി ഇതോടെ സംജാതമായിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും എങ്ങനെയും മുന്നോട്ട് പോകാം എന്ന കാഴ്ചപ്പാട് ഇനി നടന്നു പോകില്ല എന്ന സൂചന കൂടിയാണ് ആദായ നികുതി വകുപ്പ് നൽകുന്നത്. ഒരു രാജ്യത്ത് എല്ലാവർക്കും നിയമം ബാധകമാകണം. മറ്റൊരു ചെറിയ ചോദ്യം പലരും ഉന്നയിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പായതുകൊണ്ട് ചെറിയ ഇളവുകൾ അല്ലെങ്കിൽ കുറച്ചൊരു സാവകാശം കോൺഗ്രസ്സിന് നൽകിക്കൂടെ എന്നതാണ്. പക്ഷേ അത് ഇൻകം ടാക്സ് വകുപ്പ് അംഗീകരിക്കുന്നില്ല എന്നാണ് അവരുടെ ആക്ഷേപം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസ്സിനെ പാപ്പരാക്കാനാണ് BJP ശ്രമിക്കുന്നത് എന്ന ആക്ഷേപവും ഉണ്ട്. നികുതി ഭീകരത എന്നൊക്കെയാണ് കോൺഗ്രസ് ഇതിനെ വിളിക്കുന്നത്. ഇതൊരു തരംതാണ രാഷ്ട്രീയ നാടകമാണ് എന്ന് KC വേണുഗോപാൽ ആരോപിക്കുന്നു. അല്ലെങ്കിൽ തരംതാണ ഒരു രാഷ്ട്രീയ കളിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അപ്പോൾ കോൺഗ്രസ്സിനെ നേരിട്ട് എതിർക്കാൻ പറ്റുന്നില്ല എന്ന് ബോധ്യപ്പെട്ട BJP ഇത്തരം ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്നൊരു വേട്ടയാണ് എന്ന് അവർ പറയുന്നു. EDയെക്കുറിച്ചും CBIയെക്കുറിച്ചുമൊക്കെ മുമ്പ് ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ സംസാരിച്ച നരേന്ദ്രമോദി ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. പണ്ടൊക്കെ വലിയ കക്ഷികളെ അല്ലെങ്കിൽ വമ്പന്മാരെ EDയും അതുപോലുള്ള ഏജൻസികളുമൊന്നും അന്വേഷിക്കുന്നില്ല അവരുടെ കാര്യങ്ങൾ എന്നായിരുന്നു പരാതി. എന്നാൽ ഇന്ന് ആ സാഹചര്യം മാറിയിരിക്കുന്നു. വമ്പന്മാർക്ക് നേരെ ഈ അന്വേഷണ സംഘം തിരിയുന്നു എന്നതാണ് പരാതി എന്ന് അദ്ദേഹം പറയുന്നു. ആളുകൾക്ക് പക്ഷേ ഒരു കാര്യത്തിലാണ് സംശയം. എന്തുകൊണ്ടാണ് BJP കാർക്കോ അല്ലെങ്കിൽ BJP പിന്താങ്ങുന്നവർക്കോ ഒന്നും ഇത്തരം നടപടികൾ നേരിടേണ്ടി വരാത്തത് എന്നവർ ചോദ്യങ്ങൾ ആയി ഉന്നയിക്കുന്നു. ഇലക്ട്രൽ ബോണ്ടിൽ സാവകാശം വേണം എന്ന് പറയുന്ന BJP അല്ലെങ്കിൽ സർക്കാർ കണക്കുകൾ കാണിക്കാനും അതിൻ്റെ വിവരങ്ങൾ നൽകാനും കുറച്ച് സാവകാശം വേണം എന്നാവശ്യപ്പെടുന്ന സർക്കാർ എന്തുകൊണ്ട് ഈ ആദായ നികുതി വകുപ്പിൻ്റെ കാര്യത്തിൽ ആ കാര്യം പറയുന്നില്ല എന്നതാണ് അവരുടെ ചോദ്യം. അല്ലെങ്കിൽ എന്തുകൊണ്ട് ആദായ നികുതി വകുപ്പ് കോൺഗ്രസ്സിന് അങ്ങനെ ഒരു സാവകാശം നൽകുന്നില്ല എന്നാണ് അവരുടെ ചോദ്യം. ഏതായാലും കോൺഗ്രസ്സിന് ഇത് ഇൻകം ടാക്സിൻ്റെ അപ്പലേറ്റ് ട്രിബ്യൂണൽ അല്ലെങ്കിൽ അപ്പലേറ്റ് ട്രിബ്യൂണൽ അതോറിറ്റിയെയോ അപ്പലേറ്റ് ട്രിബ്യൂണലിനെയൊക്കെ സമീപിച്ച് ഈ വിഷയത്തിൽ ഒരു പരിഹാരം തേടാകുന്നതാണ്. അതിന് ഉള്ള സാവകാശവും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഇരവാദമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് എന്ന് BJP പറയുന്നു. തങ്ങൾ വേട്ടയാടപ്പെടുകയാണ് എന്നൊക്കെയുള്ള തരത്തിൽ. ഏതായാലും ഇത് ഒരു നല്ല നടപടിയായി വേണം ഒരു വശത്തു നിന്ന് വിശദീകരിക്കാൻ. കാരണം അത് കോൺഗ്രസ് ആയാലും BJPക്കായാലും അവരുടെ കണക്കുകൾ കൃത്യമായി കാണിക്കേണ്ടതുണ്ട്. BJPയും സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അവർക്കും കൃത്യമായി കണക്ക് കാണിക്കേണ്ട ഒരു ബാധ്യത ഇതോടുകൂടി വരികയാണ്. അങ്ങനെ കാണിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസിൻ്റെ ആക്ഷേപം. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റ് പരിശോധിച്ചാൽ മനസ്സിലാകും എന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും. അതിനെ സംബന്ധിച്ചുള്ള നിയമ നടപടികളും BJPക്ക് നേരെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതൊരു തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ്. ഈ സമയത്ത് ഒരല്പം നാരങ്ങ വെള്ളം അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം കേരളം ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ചൂട് വല്ലാതെ വർദ്ധിക്കുകയാണ്. അപ്പോൾ പ്രവർത്തകർ ഒരല്പം നാരങ്ങ വെള്ളം തിരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിനിടയിൽ കുടിക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ അതിനുള്ള കാശ് കോൺഗ്രസ്സിന് ഇല്ല. തങ്ങൾക്കൊരു പ്ലാൻ B ഉണ്ട് എന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വേട്ടയാടാൻ ശ്രമിച്ചാലും അതിൽ നിന്നൊക്കെ അതിജീവിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തങ്ങൾക്ക് കഴിയും എന്നവർ പറയുന്നുണ്ട്. ഒരു പ്ലാൻ B ഉണ്ട്. പ്ലാൻ B എന്താണെന്ന് വരും ദിവസങ്ങളിൽ അവർ കൂടുതൽ വ്യക്തമാക്കും. ഏതായാലും BJP അതിനെ വിശദീകരിക്കുന്നത് ഇവർ വേറെ എവിടെയോ കള്ളപ്പണം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതാണ് ഈ പ്ലാൻ B എന്നവർ പറയുന്നത്. അപ്പോൾ ആദായ നികുതി വകുപ്പ് അതും കൂടി കണ്ടുപിടിക്കണം എന്നാണ് അവരുടെ ആവശ്യം. ഏതായാലും അതിനെ സംബന്ധിച്ച് കൂടുതൽ ചോദിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അവർക്ക് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയോ വീണ്ടും ജനങ്ങളെ റെസീറ്റ് അടിച്ച് സമീപിച്ച് പണം പിരിക്കുന്നതിലൂടെയൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് അവരുടെ പ്രതീക്ഷ. നമ്മുടെ രാഷ്ട്രീയക്കാരെപ്പോഴും ഒരു റെസീറ്റ് കുറ്റിയും കൊണ്ട് നടക്കുന്നവരാണ് എന്ന് പൊതുവെ ഒരു ആക്ഷേപം കേരളത്തിലുണ്ട്. ഇനിയിപ്പോൾ അത് ഉത്തരേന്ത്യയിലും കൂടി വരും. അവിടെ പലയിടങ്ങളിലും പാർട്ടി തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് വലിയ പൈസക്കാരാണ്. വളരെ വിരളമായ പാവപ്പെട്ടവരും ഒട്ടും പൈസയില്ലാത്തവരുമൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരാറുള്ളൂ.
അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ പണക്കാരായ ആളുകൾ പോലും ഒരു റെസീറ്റ് കുറ്റിയടിച്ച് ഇനി ജനങ്ങളെ സമീപിക്കുന്ന ഒരു സാഹചര്യം വരുമെന്നാണ് തോന്നുന്നത്. പണ്ടൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രസകരമായൊരു കാഴ്ച പല സ്ഥലത്തും കാണാൻ കഴിയുമായിരുന്നു. അത് ഈ ആർക്കും അങ്ങനെ വ്യക്തമായി അറിയാത്ത ചില ആളുകൾ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ നൽകും. അവരുടെ ഒന്നോ രണ്ടോ പോസ്റ്ററുകൾ പലയിടത്തും പ്രത്യക്ഷപ്പെടും. അവർ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അപ്രത്യക്ഷരാകുകയും ചെയ്യും. ഇങ്ങനെ വരുന്നത് ഈ കള്ളപ്പണം വെളുപ്പിക്കാനുള്ളൊരു തന്ത്രവുമായിട്ടാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പണം ലഭിച്ചുവെന്നും അത് കള്ളപ്പണം വെളുപ്പിക്കാനായി ഉപയോഗിക്കാം എന്നുമൊക്കെ കണ്ടെത്തിയ വിദ്വാൻമാർ ഇങ്ങനെ പലയിടത്തും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. ഇവരെപ്പറ്റി ആരും അങ്ങനെ കാര്യമായി അന്വേഷിക്കാറില്ല. ഇങ്ങനെ നമസ്തേ പറഞ്ഞു നിൽക്കുന്നതോ അല്ലെങ്കിൽ തൊഴുതു നിൽക്കുന്നതോ ആയ ഒന്നോ രണ്ടോ ചിത്രങ്ങളിലോ പോസ്റ്ററുകളോ അടിച്ച് അവിടെ എവിടെ ഒട്ടിച്ച് ആദായ നികുതി വകുപ്പിനെയൊക്കെ പറ്റിക്കുന്ന വിരുദ്ധന്മാർ ഒരുപാടുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥികളാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ വക്താക്കളാണ് എന്ന് പറയുമ്പോൾ അവർക്ക് പലപ്പോഴും ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിതരാകുകയും ചെയ്യാറുണ്ട്. ഏതായാലും ഏജൻസികൾ ഇപ്പോൾ പിടിമുറുക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇനി അത്തരം ഡെമ്മി കഥാപാത്രങ്ങളെ നമുക്ക് കാണേണ്ടി വരില്ല എന്ന് കരുതാം. പക്ഷേ ഒരു കാര്യം, ഇത് കോൺഗ്രസിനോ തൃണമൂൽ കോൺഗ്രസിനോ CPIക്കോ മാത്രം ബാധകമാകുന്ന ഒരു നിയമം ആകരുത്. നികുതി അടയ്ക്കാനുള്ള ബാധ്യത എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് BJPക്കുമുണ്ട്. അങ്ങനെ അടച്ചു എന്ന് BJP അവകാശപ്പെടുന്നു, അടച്ചില്ലെന്ന് കോൺഗ്രസും പറയുന്നുണ്ട്. അടച്ചില്ല എന്ന കോൺഗ്രസ്സിന് ആരോപണമുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ നിരവധി മാർഗങ്ങൾ ഇന്ന് നമ്മുടെ സംവിധാനത്തിനകത്തുണ്ട്. അതുമായി അവർ രംഗത്ത് വരണം. പണം ആര് നൽകി, ആർക്ക് നൽകി, എപ്പോൾ നൽകി എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തുറന്നു പറയാൻ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകണം. മറ്റൊരു പ്രധാന കാര്യം, സാധാരണക്കാരായ മനുഷ്യർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പണത്തിന് നികുതി ചുമത്താമെങ്കിൽ സൗജന്യമായി കിട്ടുന്ന ഈ സംഭാവനകൾക്ക് മുകളിലും ഒരു ചെറിയ നികുതി ചുമത്തുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് വേണം കരുതാൻ. കാരണം ആളുകൾ പലപ്പോഴും അവരുടെ പൂർണ്ണ മനസ്സോടുകൂടിയല്ല ഇത്തരക്കാർക്ക് സംഭാവന നൽകുന്നത്. പലരും അധികാരത്തിലെത്തിയാൽ ഈ പാർട്ടികൾ ഉണ്ടാക്കാവുന്ന തലവേദനകളെക്കുറിച്ച് ഓർത്തിട്ടാണ് പലപ്പോഴും ഈ വലിയ തുക ഇവർക്ക് നൽകുന്നത്. നമ്മൾ ഇപ്പോൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പിന്താങ്ങുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു 10-100 രൂപ സംഭാവന കൊടുക്കുന്നത് പോലെയല്ല ഇവിടെ കാര്യങ്ങൾ. 100-200 കോടിയൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ലാഭം കൊയ്യാൻ ആളുകൾ കാത്തിരിക്കും. അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയാവും ഇത്രയും വലിയ പണം കൊടുക്കുന്നത്. അങ്ങനെയുള്ള പണത്തിന് ഒരു നികുതി ചുമത്തണം എന്ന ആവശ്യം കൂടി ചില കോണുകളിൽ നിന്ന് ശക്തമായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ സുതാര്യമായി പ്രവർത്തിക്കേണ്ട സാഹചര്യം ഇന്ത്യയിൽ സംജാതമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.